കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിന്റെ സീസൺ 5 എപ്പിസോഡ് 23 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആയിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആനിമേ റിലേറ്റഡ് വീഡിയോസിനെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ മറ്റ് കുറേയധികം വീഡിയോസ് നമ്മുടെ പേജിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാം ചെക്കൗട്ട് ചെയ്തേക്ക്. വൺ പീസും ബ്ലാക്ക് ക്ലോറും ഇതേപോലെ ഇഷ്ടംപോലെ സീരീസ് ഉണ്ട്. എല്ലാം ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആർത്തന്റെ റൂമാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയാട്ടെ നമ്മുടെ സിൽവി കിടപ്പുണ്ടായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ കൗൺസിലും ബാക്കിയുള്ളവർ ഗിഡിയനായിട്ട് എന്തൊക്കെ ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് പുറത്തൂടെ രണ്ട് ആരോ പോകുന്നത് കാണുന്നത്. അതാട്ടെ കൃത്യസ്ഥലത്ത് തന്നെ വന്ന് പതിക്കുന്നുണ്ട്. അതെന്തായാലും കൊള്ളായിരുന്നു, ഗ്രേറ്റ് ഷോട്ട്. പിന്നല്ലാതെ അല്ലടി, നീ ഭൂവിന്റെ മുകളിലിരുന്നോണ്ട് ആക്യുറസി ആയിട്ട് ഫയർ ചെയ്യാനായിട്ട് പഠിച്ചോ? അയ്യോ, അത് മാത്രമില്ല, ഹെലൻ ചെയ്യുന്ന കണ്ടപ്പോൾ എന്ത് രസമായിരുന്നു. എനിക്ക് അത് പറ്റുന്നുമില്ല. ഭൂവിന്റെ മുതലിരുന്ന് ഓടാൻ നേരത്ത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. ആ കുലുക്കത്ത് ഞാൻ എങ്ങനെ ചെയ്യാനാണ്? ഈ സമയത്ത് ആർത്തർ അതൊന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, അല്ലേൽ നീ എത്ര നേരം ഇന്ന് പ്രാക്ടീസ് ചെയ്തു? ഓ, സത്യം പറഞ്ഞാൽ ഞാനിത് നോക്കാറില്ല. എനിക്കൊന്നുണ്ട് 6 അല്ല ഇന്ന് 7 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസമോ? അപ്പം നീ പഠിക്കാറില്ലേ? നിന്റെ ഫ്രണ്ട്സായിട്ട് നീ കളിക്കാനൊന്നും പോകാറില്ലേ? അതാ, അത് ക്ലാസ് ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. പിന്നെ ഹോംവർക്കൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കും. അതുമല്ല, ഞാൻ പിന്നെ അത്യാവശ്യം പോപ്പുലർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരിയാണ് നീ പറയുന്നത്. പിന്നെ കോപ്പാണ് എല്ലാം ഓക്കെ. എനിക്ക് സംസാരിക്കാനെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കോൺവെർസേഷൻ വരുന്നിടത്ത് തന്നെ അത് തടഞ്ഞു പോകും. പിന്നെ അധികം കൂട്ടുകാർക്കൊന്നും ഈ മാജിക്കിനെ പറ്റി വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും 2-3 പേർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം കാണാതിരിക്കത്തില്ലല്ലോ. താല്പര്യമൊക്കെ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ അവേക്കൺ ചെയ്യാൻ നേരത്ത് ഒന്നെങ്കിൽ അവരുടെ പാരൻസ് ഇവിടുന്ന് പോകും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും മാജിക് സ്കൂളിലേക്ക് അയക്കും. ഈ സമയത്ത് തന്നെ ആർത്തർ പറയും ചെയ്യും, ശരിയാണ്, എല്ലാ കുട്ടികൾക്കും ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടാറില്ല. ഇപ്പം നിലനിൽക്കുന്ന ഈ ഒരു യുദ്ധം കാരണം തന്നെ മറ്റുള്ള പാരൻസൊക്കെ അവരുടെ കുട്ടികളെ സേഫ് ആക്കാനല്ലേ നോക്കത്തുള്ളൂ. അല്ല, നിനക്കൊരു മാജിക് അക്കാഡമി പോകണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പിന്നല്ലാതെ. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ അത് ചേട്ടനെയും അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും വേദനിപ്പിക്കില്ലേ? അതുകൊണ്ടാണ്. എനിക്കിപ്പോൾ 12 വയസ്സേ ഉള്ളൂ. പക്ഷേ അവളുടെ മെച്യൂരിറ്റി അതൊന്നുമല്ല, അതിൽ കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം പെട്ടെന്ന് വലുതാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തുവാണെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊരു സെൽഫിഷായുള്ള കാര്യമാണ്. പക്ഷേ എനിക്കിപ്പോഴും എലി ആ പണ്ടത്തെ പോലത്തെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള കൊച്ചുകുട്ടിയായിരുന്നാൽ മതിയായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും നെർവസ് ആകുന്ന ആ കൊച്ചുകുട്ടി. എന്തായാലും നോക്കട്ടെ, എനിക്കൊരു ചാൻസ് കിട്ടാൻ നിർത്ത്. അമ്മയുടെ അച്ഛൻ്റെ കയ്യിലും ഞാൻ നിൻ്റെ കാര്യം പറയാം. ശരിയാണോ? നിന്റെ കൂടെ എപ്പോഴും ഒരു ഗാർഡ് കാണും. ആ ഗാർഡ് എന്തായാലും എവിടെ പോയാലും നിന്റെ കൂടെ കാണും. കാര്യം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്റെ കൂടെ ഒരാൾ വേണമല്ലോ. പിന്നെ എനിക്കറിയാം നിനക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലെന്ന്. സോ നിനക്ക് വലിയ സീനില്ലാത്ത ഒരാളെ ഞാൻ എന്തായാലും നിന്റെ കൂടെ വിടും. താങ്ക്സ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി അവളാട്ടെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ഹോപ്സ് ഒന്ന് ഹൈലാക്കി വെക്കണ്ട കേട്ടോ. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ചാടി ഓടുകയും ചെയ്യും. എങ്കിലും കാര്യം ചെയ്യട്ടെ, ഞാൻ ഇനിയും പ്രാക്ടീസ് ചെയ്യട്ടെ. ഇനി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് മാറിയാൽ മാത്രമേ ആ നോബിൾസിനൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയത്ത് ഇതെല്ലാം കേൾക്കാൻ നേരത്ത് ആർത്തർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. എലിയായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സിൽവി ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ടെസ് ഇവിടെ ഇല്ല, അവൾ ഏതോ മിഷൻ നിൽക്കുകയാണ്. ശരിക്കും ക്വയറ്റാണെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡാണ് ആ ഒരു അലർച്ച കേട്ടത്. അവനെ ഡെപ്പോറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഞാൻ ഒരു ആർട്ടിഫൈസറാണ്, അല്ലാതെ എക്കണോമിസ്റ്റ് ഒന്നും അല്ലെന്നും പറഞ്ഞിട്ട് ഗിഡിയനായിരുന്നു. ഗിഡിയനായിട്ട് ആർത്തന്നെ കണ്ട അടുത്ത സെക്കൻഡ് തന്നെ, എടാ ഇങ്ങോട്ട് വാടാ, നിന്റെ ഈ തല എനിക്ക് വേണം കേട്ടോ. പിന്നെ ഞാൻ ആർട്ടിഫൈസറോ അല്ല എക്കണോമിക്സ്റ്റോ അല്ലെന്ന് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ നടക്കുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് ബെൻഡിലും വാളിലും അറ്റാക്കൊക്കെ കൂടിയിട്ടുണ്ടല്ലേ? അല്ല, കൗൺസിൽ എന്താണ് വേണ്ടത്? പ്രൊട്ടക്ഷൻ ഇൻക്രീസ് ചെയ്യണമെന്നാ? പറയാൻ എളുപ്പം, പക്ഷേ അത് ചെയ്തു തീർക്കുന്ന പാട് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. കാര്യം റിസോഴ്സസ് ഒക്കെ ഇവിടേക്ക് വന്നല്ലേ അതൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എല്ലാ മേൽസും ആ ക്യാരേജ് ഇവിടേക്ക് ക്യാരി ചെയ്യാൻ തന്നെ എന്ത് പാടാന്നറിയോ? അല്ല, ഇനി ബ്ലാക്ക് ബെൻഡ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ? ബ്ലാക്ക് ബെൻഡ് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല. എന്നാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ റേഷനും അതേപോലെ നമ്മുടെ സോൾജേഴ്സിൻ്റെ ബാക്കിയുള്ള വെപ്പൺസും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. സോ അത് ക്രൂഷ്യലുള്ള ഒരു പ്ലേസ് തന്നെയാണ്. അതെന്തായാലും നമുക്ക് ആവശ്യമാണ്. ശരിയാണ്, അലക്രൻ്റെ മെയിൻസ് ഫ്രണ്ട് വാൾ ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യാൻ നിർത്ത്. ഇവിടുത്തെ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായി പോയില്ലെങ്കിൽ ഈ വാർ അത് അവതാളത്തിലാകും. അല്ല, എൻ്റെ ഓർമ്മ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ ടെറൈൻ കംപ്ലീറ്റ്ലി ഫാം ലാൻഡല്ലേ, ക്ലിയറും മൗണ്ടൻസും ഒന്നും ഇല്ലാത്തത്. അവിടെ വെച്ച് ഈ കാർഗോസ് ഒക്കെ കൊണ്ടുവന്ന് അത് അൺനോട്ടീസ് ചെയ്ത് കൊണ്ടുവന്നത് അത് കുറച്ച് പാടല്ലേ? നമുക്ക് മറ്റേതെങ്കിലും വഴി നോക്കിയാലോ? ആലോചിക്ക്, നിന്റെ തലയാലോചിക്ക്. എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. തുടങ്ങിയവൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ മൈൻസിൻ്റെ ഒക്കെ സ്ഥിതി എന്താണ്? കാര്യം ഷിപ്സിനൊക്കെ ഫ്യൂവൽ വേണമല്ലോ. കമ്പസ്റ്റിംഗ് മൈൻസാ. അവർ 5 കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പണിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നതല്ലോ. കമ്പസ്റ്റിങ്ങുവാ? നീ എന്നോടൊരു മിനറലിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ സ്റ്റീം എഞ്ചിനൊക്കെ ഫ്യൂവൽ ചെയ്യാനായിട്ട് എന്ത് വരുന്ന കോളല്ലേ? സത്യം പറഞ്ഞാൽ അത് ഡിസ്കവർ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് മറ്റൊരു എലമെൻറ്റ് ഞങ്ങൾ ഡിസ്കവർ ചെയ്തു. ആൻഡ് അതിൻ്റെ ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ ഒരു എൻ്റെ ഷിപ്പ് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നീ പറഞ്ഞു വെച്ച് നോക്കാത്ത കുറച്ചധികം വ്യത്യസ്തത ഉണ്ടായിരുന്നു. സോ ഞാനതിന് പുതിയൊരു പേരിട്ട് കമ്പസ്റ്റിൻ. സംഭവം അടിപൊളി
കൂടിയല്ലേ. ഈ കമ്പസ്റ്റൻ ഉണ്ടെങ്കിൽ ഡസൻസ് ഓഫ് ഷിപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓ അങ്ങനെയാണോ? എങ്കിൽ എനിക്ക് ചെറിയൊരു ഐഡിയ വരുന്നുണ്ട്. എന്ത് കമ്പസ്റ്റൻ യൂസ് ചെയ്തോണ്ടാ? തൽക്കാലം ഞാനിന്ന് ചിന്തിക്കട്ടെ എന്ന് പറയുന്നിടത്ത് ഒരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ജനറൽ ആർത്തർ. അടുത്ത സെക്കൻഡിൽ നമ്മൾ കാണുന്നത് ഗിഡിയോൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ്. എൻ്റെ പേര് അലനീസ് എമറിയ എന്നാണ്. കമാൻഡർ വിറിയം പറഞ്ഞിട്ട് താങ്കളുടെ പേഴ്സണൽ അറ്റൻഡർ ആകാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആർത്തറാട്ടെ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ ഗിഡിയൻ്റെ കണ്ണ് ഫുള്ള് കലങ്ങിയിട്ടുണ്ട്. കാര്യം അവളുടെ ഭംഗി അത്രത്തോളമായിരുന്നു. ആർട്ടിഫിസർ ഗിഡിയൻ, താങ്കളെപ്പറ്റി ഞാൻ കുറേ അധികം കേട്ടുള്ളൂ. ഈ യുദ്ധത്തിന് താങ്കളുടെ കോൺട്രിബ്യൂഷൻ അതൊട്ടും ചെറുതല്ല. അങ്ങനെ പറയല്ലേ, ഇതൊക്കെ ചെറുതല്ലായിരുന്നു. ഞാൻ ഈ രാജാക്കന്മാരുടെ കൂടെ ഇരുന്ന് ഒരു സപ്ലൈ റൂട്ട് സെക്യൂർ ആക്കുമായിരുന്നു. സപ്ലൈ റൂട്ട് സെക്യൂർ ആക്കുകയാണെന്ന് ഒരു ടോപ്പ് സീക്രറ്റിനെ പറ്റിയാണ് അവൻ ഇത്ര സിമ്പിളായിട്ട് പറയുന്നത്. ജനറൽ ആർത്തർ, താങ്കൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നമുക്ക് നേരെ ട്രെയിനിങ് ഗ്രൗണ്ട്സിലേക്ക് ചെല്ലാമായിരുന്നു. താങ്കളുടെ റിക്വസ്റ്റ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. വിറിയനായിട്ട് തല കുനിച്ച് നിൽക്കുവാണ്. ആർത്തൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഞാൻ അധികം നാളൊന്നും ചോദിക്കുന്നില്ല, പക്ഷേ കുറച്ചധികം മാസങ്ങളെങ്കിലും എനിക്ക് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഞാനൊരു ന്യൂസ്റ്റും യങ്ങസ്റ്റ് ആയിട്ടുള്ള ലാൻസാണ്. ആൻഡ് ഇപ്പോൾ തന്നെ 2 തവണ ഞാൻ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു. സോ അടുത്തൊരു ബാറ്റിൽ എൻ്റെ ലക്ക് എനിക്ക് പരീക്ഷിക്കാൻ ഒരു താല്പര്യവുമില്ല. എനിക്ക് ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ചെയ്താൽ മാത്രമേ എനിക്കിനിയും സ്ട്രോങ്ങർ ആകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് വിറിയൻ പറയും ചെയ്യും, നിനക്ക് അധികം നാളൊന്നും തരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ 2 മാസം, ഈ 2 മാസമായിരിക്കും ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നത്. പിന്നെ യുദ്ധത്തിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാലും ഞാൻ നിന്നെ അവിടേക്ക് വിളിക്കുന്നതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ കൗൺസിൽ മീറ്റിൽ നിന്നും ഞാൻ നിന്നെ ഒഴിവാക്കി തരാം. അല്ലാതെ നീ എങ്ങനെയാണ് ക്യാസിൽ നിന്നുകൊണ്ട് ട്രെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്? അതിനെപ്പറ്റി ഞാൻ പറയാൻ വരുമായിരുന്നു. ഈ റിക്വസ്റ്റ് 2 നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ? പിന്നെ കാണിക്കുന്നത് അവർ 2 പേരും കൂടെ മുന്നിലേക്ക് നടന്ന് അവരാട്ടെ ഒരു വാതിൽ തുറക്കുന്നതാണ്. അത് തുറക്കാൻ നേരത്ത് തന്നെ 2 പേരെ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് തന്നെ ആർത്തൻ്റെ 2ാമത്തെ റിക്വസ്റ്റ് അവൻ പറയും ചെയ്യും, ഈ ട്രെയിനിങ് എനിക്ക് ശരിക്കും പവർഫുൾ ആക്കാനായിട്ട് എനിക്ക് 4 ഹൈലി സ്കില്ലുള്ള കോഞ്ചറേഴ്സ് വേണം. ആൻഡ് അവർ 4 പേരും അവരുടേതായ ഡിഫറെൻറ്റ് എലമെൻറ്റ് അഫിനിറ്റിയിൽ മാസ്റ്റർ ആയിരിക്കണം. പിന്നെ കാണിക്കുന്നത് 4 പേരെയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു സിറ്റിയാണ്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് ഗ്രേ. അവന് സർനെയിം ഒന്നുമില്ല. നീ എന്തായാലും ആ സെൻസറിൽ പോയി നിന്റെ കീ ആക്ടിവേറ്റ് ചെയ്തുള്ളൂ. നിന്റെ ഡോമിനൻ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ആ സമയത്ത് തന്നെ ഗ്രേ പോയി അവൻ്റെ കൈ അവിടെ വെക്കുന്നുണ്ട്. എല്ലാ സ്റ്റുഡൻസും കീ ലെവൽ റെക്കോർഡ് ചെയ്യണം, അവർ റാങ്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ. ഈ സമയത്ത് ഗ്രേ നന്നായിട്ട് തന്നെ അണക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ നേരെ നടക്കുവാണ്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട്, എടാ അടുത്ത മത്സരം എന്നാന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് നമ്മുടെ മെൻ്റൽ ആക്ടിവിറ്റിനെയാണ് നോക്കുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല കീയും അതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. കീ ആണ് എനിക്ക് ഏറ്റവും ലാക്കായിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതെനിക്ക് പറ്റും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വലിയൊരു സ്ഥലമാണ്. അവിടെ ഒത്തിരിയധികം പേർ നിൽപ്പുണ്ടായിരുന്നു. വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വെൽക്കം. ഞാൻ നിങ്ങളുടെ ഇൻസ്ട്രക്ടറാണ്. അതുമാത്രമല്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ കോമ്പാക്ട് എൻട്രി അത് ഞാനായിരിക്കും കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആരുടെയും കീ ലെവൽ എക്സ്പോസ് ചെയ്യുന്നതല്ല. അങ്ങനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിഫറൻ്റ് ആയ രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ എനിമിയുടെ കീ എത്രയെന്ന് അറിഞ്ഞിട്ടല്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഒപ്പോണന്റിനെ നിങ്ങളുടെ ബേർലി സ്ട്രെങ്ത് കൊണ്ട് ഫിസ്റ്റ് കൊണ്ട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നോക്കണം. അൺലക്കി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പോണന്റെ കീ കൂടുതലായിരിക്കും, നിങ്ങൾ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് തന്നെയാണ് ഇവിടെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അഡാപ്റ്റീവുള്ള കൺട്രോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ഞങ്ങൾക്ക് അറിയണം. സോ എൻട്രൻസ് എക്സാം എന്തായാലും തുടങ്ങാൻ പോകുവാണ് ഈ ഫ്യൂച്ചർ അക്കാഡമിയിൽ നിന്ന്. പെട്ടെന്നായിരുന്നു ഒരു സാധനം മുകളിലേക്ക് പൊങ്ങി വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ആൻഡ് അതാട്ടെ ഒരു വെപ്പൺ സ്റ്റാൻഡ് കൂടിയാണ്. നിലവിലിപ്പോൾ ഇവിടെ ആരും അവരുടെ സ്റ്റാറ്റസും കീയും ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. കാര്യം ആർക്കും അതിൻ്റെ ഇത് താല്പര്യമില്ല. ഇവിടെയുള്ള പല കുട്ടികളും മിലിറ്ററി ഫാമിലിയിൽ നിന്നാണ്. അവർക്ക് എല്ലാവർക്കും കിങ് ആളുള്ള താല്പര്യത്തിലായിരിക്കും ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഒരുത്തൻ താഴെ വീണ് കിടപ്പുണ്ട്. പെട്ടെന്ന് ഒരുത്തി ചാടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് ഒരു കൈ വന്ന് പിടിക്കുന്നത്. ഈ മാച്ച് ഇവിടെ ഓവറായിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകാം. ഇനി അടുത്തത് കാൻഡിഡേറ്റ് ഗ്രേ. ആൻഡ് അവനെതിരായിട്ട് വരാൻ പോകുന്നത് കാൻഡിഡേറ്റ് വാൽനിയർ ആണ്, ആംബ്രോസ് ഹൗസിൽ നിന്ന്. എന്തായാലും 2 പേരും അരീനയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും. ഈ സമയത്ത് അവർ 2 പേരും അകത്തേക്ക് നടന്നു വരുന്നുണ്ട്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നത്. ഗൈസ് ഇന്നെനിക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു 1.25 ചാപ്റ്ററിൽ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മളെന്തായാലും നാളെ ചിലപ്പോൾ വീഡിയോസ് എടുത്തുള്ളൂ. നാളെ നമുക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാലും തിങ്കളാഴ്ച ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.